അപ്പൊ ക്രിസ്തുവേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആ ഒരു വാക്യം പിടിച്ചാണ് ക്രിസ്ത്യാനികളെന്ന് നാമം പറഞ്ഞ് നടക്കുന്ന അച്ചായന്മാരെല്ലാം അടിച്ച് കിറങ്ങി. സ്തോത്രം. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതുകൊണ്ട് നൂറോമാവിൽ നമുക്കൊരു ബാറ്, കൂടുതലും ബാറുമൊക്കെ ക്രിസ്ത്യാനികളുമൊക്കെ ഇപ്പം ക്രിസ്ത്യാനിയല്ല, പള്ളിയിൽ പോകുന്നതേ ഉള്ളൂ, ക്രിസ്ത്യാനിയൊന്നുമല്ല. അതെ, പരുവം പോലെ നമുക്ക് ആ ഭാഗത്ത് വരാം. അപ്പൊ ആദ്യത്തെ അത്ഭുതം, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ഇത് സംഭവിക്കാൻ കാരണം അത് പണ്ടത്തെ ഒരു പ്രവചനം നിറവേറിയതാ. ഈ കാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഗലീലയിലെ കാനായിൽ ഈ പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി തീർക്കുന്നത് പണ്ടത്തെ പ്രവചനം ഒന്ന് നിറവേറിയതാ. കാരണം ഈ ആശേർ ഗോത്രത്തിന് പണ്ട് ദൈവം യാക്കോബിൽ കൂടി അനുഗ്രഹ വചസ് കൊടുത്തു, നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സ്വാദ് ഭോജനം കൊടുക്കുമെന്ന. വായിച്ചേ, ഉൽപ്പത്തി 49 അധ്യായത്തിന്റെ 20 വാക്യം. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. പിന്നെ അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. അപ്പൊ രാജകീയമായ ഭോജനം ആശേര് കൊടുക്കുമെന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബ് മരണത്തിന് മുമ്പ് തൻ്റെ തലമുറകളെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആശേറിന് കൊടുത്ത ഒരനുഗ്രഹമാണ് രാജകീയ സാധു ഭോജനം കൊടുക്കും. ഇത് കാനാവിൽ, ഗലീലയിലെ കാനാവിൽ ചെയ്യാൻ കാര്യം നമുക്കറിയാം. ആശേർ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ സ്ഥലമാണ് ഈ കാന. ഗലീലയിലെ കാന ആശേർ ഗോത്രത്തിന് കിട്ടിയ സ്ഥലമാണ്. അത് യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്ത് വരുമെന്ന് കുടിയേറി ദേശമെല്ലാം ചീട്ടിട്ട് പകുത്ത് ഭാഗിച്ച് ഗോത്രത്തിൻ്റെ ആ ക്രമമനുസരിച്ച്, സംഖ്യാബലം അനുസരിച്ച് ഓരോ കുടുംബത്തിനും ആ ഗോത്രങ്ങൾക്ക് ദേശം പകുത്ത് ചീട്ടിട്ട് പകുത്ത് കൊടുത്തപ്പോൾ ആശേർ ഗോത്രത്തിന് കൊടുത്ത സ്ഥലത്തിൽപ്പെട്ടതാണ് കാന. വായിച്ച് യോശുവയുടെ പുസ്തകം 19 അധ്യായത്തിന്റെ 24 വാക്യം വായിക്കാം. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേതൻ, അക്ഷാഫ്, അല്ലമേലേക്ക്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന് നേരെ ബേത്ത്ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത് ഏമെക്കിലും നെയ്യേലിലും യിഫ്താഹ് വരെയും എത്തി. ഇടത്തോട്ട് കാബൂല്, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന മതി. അപ്പോൾ ആശേർ മക്കൾക്ക് അവകാശമായി കൊടുത്ത സ്ഥലമാണ് കാന. അപ്പൊ ഈ കാനാവിൽ വെച്ച് ഈ പച്ചവെള്ളം വീഞ്ഞാക്കാൻ കാരണം ആശേർ ഗോത്രത്തോട് ഉൽപ്പത്തി 49:20 പണ്ട് ദൂത് പറഞ്ഞതാ, നീ രാജകീയ സ്വാദുഭോജനം കൊടുക്കുമെന്ന്. അതായി പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തു കഴിഞ്ഞപ്പം വിരുന്നുവാടി രുചിച്ച് പറഞ്ഞ് ആ രാജകീയ, ചിലരുടെ മുഖത്തൊക്കെ അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ആശേർ മക്കളെ പറഞ്ഞിട്ട് അത്ര സന്തോഷം വന്നില്ല. അടിക്കുന്ന കാര്യം പറഞ്ഞപ്പം ആട്ടെ. എന്തായാലും ഈ പ്രവചനം ദൈവം അങ്ങ് നിറവേറ്റി. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇതിന്റെ പശ്ചാത്തല ഭാഗമെല്ലാം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്.
മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം നടക്കുക. യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. അമ്മ ഓൾറെഡി അവിടെ ഉണ്ട്. അമ്മ വഴി ബന്ധമാണ്. ഭർത്താവിൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പം യേശുക്രിസ്തുവിനെയും കല്യാണത്തിന് ക്ഷണിച്ചു. കസിനാണെങ്കിലും ക്ഷണിക്കണം. സ്തോത്രം. ക്ഷണിക്കാതെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. സഭായകം മുടക്കി കല്യാണത്തിന് പോകുന്ന ആൾക്കാരും ഉണ്ട്. ചിലരെ കല്യാണം വിളിക്കണ്ട, കല്യാണക്കുറി വഴി കടന്ന് കിട്ടിയാൽ മതി. നടന്നു പോയപ്പം താഴെ കടന്ന അയ്യോടി എവിടെ കല്യാണം? അത് പുന്നവേലി CSI പാരിഷ് കോളി വെച്ച്. എന്നാ നമുക്ക് നേരെ നിന്നെ വിളിച്ചതുപോലുമല്ല. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഈ ശവസംസ്കാരത്തിന് ആരും ക്ഷണിക്കണ്ട, പക്ഷെ കല്യാണത്തിന് ക്ഷണിക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായമാ. ഇത് നേരെ തലതിരിവാ. മരണം നടന്നത് ക്ഷണിക്കണം. നിങ്ങൾ എന്നെ അടക്കത്തിന് പറഞ്ഞ് ഞങ്ങളോട് അറിയിച്ചൊന്നുമില്ല. ഇവർ ചത്ത് ചൂടാറിയപ്പോഴേ അറിഞ്ഞേച്ചിരിക്കുക. എന്നാൽ വീട്ടുകാർ ഞങ്ങളെ അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. നീ ആകുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞു പോലും വരിക. മനസ്സിലായോ? അപ്പൊ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. അമ്മ അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം കല്യാണ വീട് വിവരിക്കണ്ടല്ലോ. ഇപ്പോഴത്തെ കല്യാണവും പണ്ടത്തെ കല്യാണവും എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. വിശേഷിച്ച് യഹൂദന്റെ കല്യാണവും നമ്മുടെ നാട്ടിലെ കല്യാണവുമായിട്ട് അജഗജാന്തരവുമാണ്. അതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. യഹൂദന് കല്യാണ നിശ്ചയമുണ്ട്. അത് കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിശ്ചയിക്കപ്പെട്ട പുരുഷൻ, നിശ്ചയിക്കപ്പെട്ട വധു, ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, കടമകൾ, ചെയ്വനകളുണ്ട്. വിവാഹത്തിന് മുമ്പ് ചില നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം ചരിത്രം പഠിക്കുന്നവർക്കറിയാം. യഹൂദൻ്റെ കല്യാണത്തിൻ്റെ വിശേഷതകൾ വിവിധമാണ്. നമ്മൾ യഹൂദനല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കല്യാണ വീടല്ലേ. ഇപ്പം ഈ ഷട്ടർ കല്യാണം ആയതുകൊണ്ട് വലിയ കൂട്ടായ്മയൊന്നും ഇല്ല. എല്ലാം കാറ്ററിംഗുകാർക്ക് കൊടുത്ത്. ഇപ്പം പിന്നെ കാറ്ററിംഗ് അല്ല, വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. എന്തുവാ ഈവൻറ്റ് ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളും വരും. പാസ്റ്റർമാരെ വരെ അവരാ നിയന്ത്രിക്കുന്നത്. അവിടെ പോയിര് അങ്ങാണ്ടി നിന്ന് പങ്കുവച്ചു. എന്നാൽ പിന്നെ കല്യാണം കൂടെ നിങ്ങൾ നടത്തുന്നതായിരിക്കും. അവരോട് പറയണത് ഉഭയസമ്മതം നിങ്ങൾ തന്നെ എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവരങ്ങ് ഏറ്റെടുക്കുകയല്ലേ. മറ്റു കാര്യങ്ങളൊക്കെ നല്ലതാ, പക്ഷേ ശുശ്രൂഷയും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിപ്പുകാർ ചെയ്യണം. സ്തോത്രം. അതൊന്നും അവരല്ല ചെയ്യേണ്ടത്. അതെ, പഴയ കല്യാണം ഇപ്പോഴത്തെ കല്യാണമായിട്ടൊക്കെ ഒത്തിരി പറ്റി. പണ്ടൊരു വീട്ടിൽ കല്യാണം നടന്നതിൽ എന്ത് സന്തോഷമാണ്. എത്ര ആഴ്ച മുമ്പേ വിറക് കീറാൻ തുടങ്ങും, അതടുക്കി പെറുക്കി വെക്കും. ഇന്നല്ലേ മെഷീൻസൊക്കെ വന്നത്. പണ്ട് എല്ലാം മുളകും മല്ലി എല്ലാം മേടിച്ച് വറുത്ത് അതെല്ലാം വെയിലത്ത് വെച്ച് ഉണങ്ങി ഒരലിട്ട് ഇടിച്ചാ പൊടിക്കുന്നത്. പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ജോലിയാണ്. അത് ബന്ധുക്കളും അമ്മയുടെ അനിയത്തിമാരോ അപ്പൻ്റെ പെങ്ങന്മാരോ ചാർച്ചക്കാരോ ഒക്കെ നേരത്തെ വരും. വന്ന് അത് ഈ ജോലിയല്ല, പക്ഷേ ഒരു കൂട്ടായ്മ ബന്ധമാണ്. അങ്ങനെ അത് ഇടിക്കും, ഒരു കൂട്ടർ അത് ചെയ്യും, ഒരു കൂട്ടർ ഇപ്പുറം ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ്. അത് നല്ലൊരു സന്തോഷമാണ്. ഞങ്ങളുടെ കുട്ടനാട്ടിൽ ഇപ്പോഴും നല്ലൊരു കൂട്ടായ്മയുണ്ട്. ചില ഇടങ്ങളിൽ അങ്ങനെ ഉണ്ട്. എന്നാൽ ഈ കാശ് കൂടുതലുള്ള സ്ഥലത്ത് ഇപ്പം അങ്ങനെ എല്ലാം മതിലും എല്ലാം കെട്ടി പട്ടിയായിട്ടിരിക്കുക. വിളിക്കുമ്പോഴേ പറയും വീട്ടിലോട്ട് ആരും വരണ്ട, എല്ലാവരും പാരിഷ് ഹാളിൽ വന്നാൽ മതി. അതിനാ ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് ഷട്ടർ കല്യാണം. ഷട്ടർ പൊക്കുക, ഇടിച്ചു കയറുക, ഷട്ടർ താക്കുക, ഇറങ്ങിപ്പോവുക. വ്യത്യാസമാണ്. ബന്ധങ്ങളിൽ എല്ലാം അറ്റുപോവല്ലേ. അത് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ കാനാവിലെ കല്യാണ വീട് നമുക്കറിയാം. കല്യാണ വീട് എല്ലാ നിലയിലും സന്തോഷം ഉളവാക്കുന്ന ഒരു സന്ദർഭമാണ്. അതിഥികളെ ക്ഷണിച്ചിരിക്കുന്നു, അവരെ വന്നിരിക്കുന്നു, ചിലർ വരുന്നു. അവരെ യഥോചിതം അതിഥികളുടെ നിലയും നിലപാടുമൊക്കെ അനുസരിച്ച് അവരെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്.
അങ്ങനെ ഈ കല്യാണ വീട് എല്ലാം കൊണ്ടും സന്തോഷമുഖരിതമായിട്ട് നിൽക്കുക. ഇങ്ങനെ ഈ കല്യാണ വീട് ദായകമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ പ്രശ്നം, ചെറുതല്ല വലുതാ, ചെറിയ പ്രശ്നം. അത് പന്തലിലല്ല, പെരക്കകത്തുമല്ല, കലവറയ്ക്കകത്ത്. അപ്പൊ കലവറയ്ക്കകത്ത് ഒരു ചെറിയ കശപീശ. അപ്പൊ കലവറയിലെ മേധാവിയും ചുമതലപ്പെട്ടിട്ട് പറഞ്ഞു, അല്ല പരുവക്കേടാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്നാ? വീഞ്ഞ് തീർന്നു, ഇനി ഒരല്പവും കൂടെ ഉള്ളൂ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, പ്രശ്നമാണ്, ആൾക്കാർ പിന്നെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ വന്ന് പറഞ്ഞു, നമ്മൾ ക്ഷണിച്ചതിലും കൂടുതൽ ഞാൻ വേറൊരു മർമ്മം പറയാം. മർമ്മമല്ല, നമ്മുടെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനാണെന്നറിയാവോ? കല്യാണത്തിന് എത്ര പേരെ നമ്മൾ വിളിച്ചു? ലിസ്റ്റ് എടുത്ത് 750 പേര് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ഉടനെ കുരുക്കുകാരി എന്ന് പറയും, ബേക്കുട്ടി 600 പേരുടെ ഭക്ഷണം ഏറ്റാൽ മതി. ബാക്കി 150 കേറ്ററിംഗുകാരൻ. ഈ ടൗണിലോ അല്ലെ തത്തുല്യമായ സ്ഥലങ്ങൾ വെക്കുന്നെങ്കിൽ 750 പേരുടെ പേരെ വിളിച്ചെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് 800 പേരുടെ ഭക്ഷണം കൊടുത്തു ഏറ്റോണം. ചിലപ്പോൾ വിശന്ന് വരുന്ന ഒരാൾ ചിലപ്പോൾ വന്ന് കയറിയെന്ന് വരും. ഈ സ്കൂളും കോളേജും ഒക്കെ അടുത്താണെങ്കിൽ മിക്കവാറും പിള്ളേര് കയറി വരാനും സാധ്യത ഉണ്ട്. പാസ്പോർട്ട് നോക്കിയാൽ ചിലല്ലോ കല്യാണത്തിന് കയറ്റുന്നേ ആണോ? തന്നെയുമല്ല, എൻ്റെ അഭിപ്രായം ഒരു നേരത്തെ ഭക്ഷണത്തിന് വരുന്നതല്ലേ. അല്ലേ? വീട്ടുകാരെ കഴിച്ചില്ലെങ്കിലും അവർക്ക് കൊടുക്ക്. നിനക്ക് നിന്റെ സന്തതിക്ക് വിശന്ന് വരുന്നവർക്കല്ലേ, അത് അനുഗ്രഹമാണ്. അപ്പൊ സാധാരണ നമ്മളെല്ലാം ലാഭം നോക്കി പറയും, 750 പേരെ വിളിച്ചെങ്കിൽ 600 പേർക്ക് കൊടുത്താൽ മതി. അത് പിന്നെ എങ്ങനെ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. എങ്ങനെ? തവി ഇങ്ങനെ മേളിൽ കൂടെ ഓടിക്കും, പാത്രത്തിനകത്ത് ഭക്ഷണം ഇരിക്കും, തവി ഇങ്ങനെ. ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. അപ്പൊ ഈ കലവറയിലെ കശപിശ കാര്യം ചോദിച്ചു പറഞ്ഞു. കല്യാണത്തിന് ആൾ പിന്നെയും വന്നോണ്ടിരിക്കുക. സാധനം വീഞ്ഞ് മിക്കവാറും ഉടനെ തീരും. അപ്പം പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു, ആണ്ട് ഒരു വണ്ടി ആളൂടെ വരുന്നെന്ന്. ഇയോടി അതുങ്ങളെവിടെ നിന്നാ? അതുങ്ങളും വരുന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ്, വേറെ 3 വണ്ടി അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നത്, ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ഈ കണ്ടമാനം ആളിവിടെ വരുന്നതിൻ്റെ കാര്യം എന്നാ? അപ്പം വെളിവുള്ള ഒരുത്തൻ പറഞ്ഞേ, ആള് വന്നത് എന്നാന്ന് വെച്ചാൽ യേശു കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ആള് വരുന്നത്. വീട്ടുകാര് നിശ്ചയിക്കപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചോളൂ, പക്ഷെ ആളിളകി വരുന്നതിൻ്റെ കാര്യം ഇവിടെ ഒരുവൻ വന്നിട്ടുണ്ട്, നസറായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഏത് നാട്ടിൽ ചെന്നാലും, വീട്ടിൽ ചെന്നാല്, ദേശത്ത് ചെന്നാല് ആളിളകി വരും. കാരണം അവിടുന്ന് അത്ഭുതമന്ത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പുരുഷാരം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആള് കൂടി ബഹളമായി വീഞ്ഞ് തീരാൻ പോകുന്നപ്പോൾ എൻ്റെ അഭിപ്രായമാണ്, കലവറക്കാര്, നമ്മുടെ കേരളത്തിലെ രീതി വെച്ചാൽ ഞാനിപ്പം സംസാരിക്കുന്നത്, കലവറക്കാര് അടിയന്തര കമ്മിറ്റി കൂടി. കലവറ കമ്മിറ്റി നമുക്കെല്ലാത്തിനും അങ്ങ് കമ്മിറ്റിയാണ്. ചില സഭയിൽ ആകെ വരെ പോലെ 2 കൊച്ചുങ്ങളും ശ്വാസം വിടാത്തൊരപ്പനും തോത്രം പറയാത്തൊരു തള്ളയും, അവിടെയും കമ്മിറ്റിയാണ്. ആകെ 5 പേരെ ഉള്ളൂ. അതിൽ ആര്? പുള്ളി കൺവീനർ, ഇപ്പറ ഇരുന്ന പുള്ളി സെക്രട്ടറി, പുള്ളി ട്രഷറർ, ഈ പുള്ളി പ്രസിഡന്റ്, പുള്ളിയുടെ ഭാര്യ വൈസ് പ്രസിഡന്റ്, പുള്ളിയുടെ അനിയത്തി അവിടെ അല്ലേ കൂടുന്നത്. ആ അമ്മാമ്മനെ സോദരി സമാജത്തിന്റെ ആകെ 7 പേര്, മുഴുവൻ പേരും പ്രസിഡന്റും സെക്രട്ടറി. മനസ്സിലാകുന്നില്ല? മനസ്സിലാകാഴിയൊന്നുമല്ല, നിങ്ങൾ ഒത്തോണ്ട് എന്നെ നിങ്ങൾ ചില സഭയിൽ ചെന്ന് എല്ലാം പ്രസിഡന്റും സെക്രട്ടറിയാ. 10 ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിന് ഒരു ഫുഡ് കമ്മിറ്റി. അപ്പൊ ആ രീതി ഞാൻ പറയാ, കലവറ കമ്മിറ്റി അടിയന്തര യോഗം കൂടി വെച്ച് പറഞ്ഞു, ആകെ പ്രശ്നമാ, വീട്ടുകാരും ആകെ നാണക്കെടാൻ പോവുക, ആള് പിന്നെയും വന്നുകൊണ്ടിരിക്കുക, എന്താ പോംവഴി? ആകെ ശങ്കാവിഷയമായി, പ്രയാസമായി. അപ്പോൾ അവരിൽ എൻ്റെ ചിന്തയാ, വെളിവുള്ള ഒരുത്തനുണ്ടായിരുന്നെന്നാ തോന്നുന്നത്. അവൻ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് അമ്മയോട് ചെന്ന് കാര്യം പറയാം. ഏതമ്മ? യേശുവിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞാൽ അമ്മ വഴി
കാര്യങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. അങ്ങനെ ഇവരെ അമ്മ മറിയത്തോട് കാര്യം പറഞ്ഞു. അങ്ങനെ അമ്മ, യേശുവിൻ്റെ അമ്മ, ആ ഭാഗം പഠിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുക്ക് വന്ന് പറയുക, മോനെ വീഞ്ഞ് തീർന്നു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്ന, വായിച്ചേ. യേശുവിന്റെ അമ്മ അവനോട് യേശു ക്രിസ്തുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് അവർക്ക് വീഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞ ഷോർട്ടേജ് ആയി, പ്രശ്നമായി. ആള് പിന്നെയും വരുന്നു, നാണം കെടാൻ പോകുക, അപമാനിക്കപ്പെടാൻ പോകുക, നിന്ദിതരാകാൻ പോകുക, നമ്മുടെ ബന്ധമാ, നമുക്കൂടെ ക്ഷീണമാ, അതുകൊണ്ട് വീഞ്ഞ് തീർന്ന് പരിവക്കേട. അപ്പം യേശു ക്രിസ്തു എന്തോ പറഞ്ഞു? യേശു ക്രിസ്തു മറിയത്തോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് ഈ സന്ദർഭത്തെ പറയാ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചത് ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനാ. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ബന്ധമില്ലെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. നീ എൻ്റെ അമ്മയാ, എന്നെ ഉദരത്തിൽ വഹിച്ച് ഒടുവിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് എന്നെ പ്രസവിപ്പാൻ ഒരു ഇടവും ആരും തരാതിരുന്നപ്പോൾ ആ പ്രസവവേദനയോടെ ചരിത്രമൊക്കെ പറഞ്ഞൊരു കല്ലിടുക്കിൽ എന്നെ പ്രസവിച്ച് ശീലകൾ ചുറ്റി ആര് ഇടം തരാതിരുന്നപ്പോൾ ഒരു പശുത്തൊട്ടിയിൽ കൊണ്ട് എന്നെ കിടത്തി എന്നെ ശുശ്രൂഷിച്ച എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനുമാ. പക്ഷെ ബന്ധമില്ലെന്നല്ല അതിൻ്റെ ഒരാശയം. എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ നീ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? എന്താ ഇത്ര പ്രയാസം? അപ്പൊ അതിന്റെ ചിന്ത, ഈ കലവറക്കാര് കമ്മറ്റ് കൂടിയിട്ട് അമ്മയോടാ പറഞ്ഞ, അമ്മ കാര്യം ചെന്ന് പറഞ്ഞാൽ നടക്കും എന്ന് പറഞ്ഞ അമ്മ ഞങ്ങൾക്കും യേശുവിനും ഇടയ്ക്കൊന്ന് നിൽക്കണം. അതാണ് അതിൻ്റെ ആശയം. ഞങ്ങൾ കലവറക്കാർ, അവിടുന്ന് അത്ഭുത മന്ത്രി. അപ്പൊ അത്ഭുത മന്ത്രിക്കും കലവറക്കാർക്കും ഇടയ്ക്ക് അമ്മയൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മധ്യസ്ഥത. അപ്പൊ അമ്മയും ചിന്തിച്ചു, ഒരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുകയല്ലേ, ഇടയ്ക്കൊന്ന് നിൽക്കാം. അപ്പൊ അമ്മയും പൊടുന്നനെ വന്ന് കലവറക്കാർക്കും മകന് ഇടയ്ക്ക് എന്നുവെച്ച് പറയാ, വീഞ്ഞ് തീർന്നു. ഇവർക്ക് ആൻസർ കൊടുക്കണം. മധ്യസ്ഥതയ്ക്ക് അമ്മയെ പിടിച്ച് നിർത്തി. അപ്പൊ യേശു കർത്താവ് പറയാ, നിനക്കും എനിക്കും എന്താ എന്ന് പറഞ്ഞാൽ ആശയം, ആവശ്യക്കാര് വീട്ടുകാരാ, നീ എന്തിനാ ഇടയ്ക്ക് കയറി നിൽക്കുന്നേ? ആവശ്യക്കാരി വീട്ടുകാരാ, നീ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ഈ മധ്യസ്ഥതയ്ക്ക് വരുന്നേ? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പണ്ട് ഒരു ബോധമില്ലാത്ത ഒരു വ്യക്തി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സമുദായസ്ഥനായ പ്രിയപ്പെട്ട പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് യേശു പറഞ്ഞത്. യേശുവും മുഹൂർത്തം നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ നാഴിക. മുഹൂർത്തം നോക്കുന്നവനെ എന്നോ ചെയ്യണമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി വായിര്. സ്തോത്രം. നീ ലക്ഷണം നോക്കരുത്, മുഹൂർത്തം നോക്കരുത്, കൈ നോക്കരുത്, മഷിയിട്ട് നോക്കരുത്, അജ്ഞനക്കാരൻ്റെ അടുക്ക പോകരുത്, നാളെ നോക്കരുത്. പക്ഷേ പാസ്റ്ററെന്ന് പോലും വിളിക്കില്ല. പക്ഷേ നോക്കൊരു വിവാഹം നടക്കണം, ഞങ്ങൾ ഒത്തിരി നോക്കി, നാള് ചേരുന്നില്ല. ആരുടെ നാള്? നാളെ നോക്കരുത്. ദൈവമക്കളോടായി പറയുന്നേ. രാഹുവും കേതുവും ഒന്നും നോക്കരുത്. അതെ, 8:30 ആകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിറങ്ങണം. 8:30 കഴിഞ്ഞ പിന്നെ നീ പോകുന്ന വണ്ടി ആയിരിക്കും കൂട്ടിയിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് കർത്താവ് മുഹൂർത്തം നോക്കിയതൊന്നുമല്ല. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ, ആവശ്യക്കാര് എൻ്റെ അടുക്കൽ വരുന്നതാ എൻ്റെ സമയം, എൻ്റെ നാഴിക. ആവശ്യക്കാർ ആവശ്യബോധത്തോടെ
അവിടുത്തെ അടുക്കൽ വരുന്നതാ അവിടുത്തെ നാഴിക. നീ എന്തിനാ ഈ ഇടയ്ക്ക് നിൽക്കുന്നേ? ഇന്ന് രാത്രി ആവശ്യബോധത്തോടെ ഭാരത്തോടെ ആവശ്യക്കാരൻ യേശുവിന്റെ അടുക്കൽ ഈ രാത്രി വരുന്നെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ നാഴികയാണ്. നിന്റെ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ഭാരമുള്ളതായിരിക്കാം, ഘോരമായ വിഷയമായിരിക്കാം, രൂക്ഷമായ വിഷയമായിരിക്കാം. നീ വളരെ മനോഭാരത്തോടായിരിക്കാം എന്നെ കേൾക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. നിരാശപ്പെടേണ്ട. ആവശ്യബോധത്തോടെ നസ്രായന്റെ അടുക്കൽ ഇന്ന് രാത്രി വരുന്നെങ്കിൽ ഈ രാത്രി അവിടുത്തെ നാഴികയാണ്. Praise the Lord. എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് പറഞ്ഞാൽ, നീ എന്തിനാ ഈ മധ്യസ്ഥതയ്ക്ക് നിൽക്കുന്നേ? ഞാൻ ഒരു ചെറിയ ചിന്ത പറയാം. ആ മധ്യസ്ഥത വിജയിച്ചില്ല. ഈ ഒരു ചിന്ത, സ്വർഗത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, അവിടെ കരച്ചിലില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കരച്ചിലില്ല, കണ്ണുനീരില്ല, മരണമില്ല, ശാപമില്ല, അങ്ങനെയൊക്കെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനൊരു ആശയം പറയുന്നതേ ഉള്ളൂ, ഉപദേശമല്ല. സ്വർഗത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് അമ്മ മറിയമായിരിക്കും. അതെന്തിനാണ് ചോദിച്ചാൽ, ഇവിടുന്ന് മരിച്ച് ഉയർത്തി ചെല്ലുന്ന വിശുദ്ധന്മാരെല്ലാം ചെന്ന് അമ്മയോട് പറയും, അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയില താഴെ പണി മുഴുവൻ നടക്കുന്നത്. അല്ലേ? കോട്ടയത്തിനും പാമ്പാടിക്ക് ഇടയ്ക്ക് അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു സ്ഥലമുണ്ട്. അടുത്ത ദിവസം അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഒരു തള്ളയാന്നെ പത്രത്തിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകുന്നുണ്ട്. മനസ്സിലായി കാണും. ആ രണ്ടിടത്തും ആ വമ്പം പരിപാടി നടക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥത. കാടും കണ്ണി, ഇപ്പം അത്ര അറിഞ്ഞാൽ മതി. കാടും കണ്ണി. അപ്പൊ ഇവിടുന്ന് മരിച്ചങ്ങോട്ട് ചെല്ലുന്ന വിശുദ്ധന്മാര് പറയും, എൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലും അമ്മയുടെ ഇടയ്ക്ക് നിൽക്കുന്നുള്ള പരിപാടിയില്ല, താഴെ പരിപാടി മുഴുവൻ നടക്കുന്നത് മധ്യസ്ഥത. അപ്പം അമ്മ സങ്കടത്തോടായിരിക്കും പറയുന്നത്, എൻ്റെ തോമാച്ച, കിവറീച്ച, എൻ്റെ ആയുസ്സിൽ ഞാൻ ആദ്യമായിട്ടൊരു മധ്യസ്ഥതയ്ക്ക് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ കയറിയതാണ്. കാനാവിലെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അത് ചീറ്റിപ്പോയി, സക്സസ് ആയില്ല. ആകെ കൂടി ഒരു മധ്യസ്ഥതയ്ക്ക് പോയതാ കാനാവിലെ. അന്ന് അവൻ പറഞ്ഞു, ഇടയ്ക്ക് നിൽക്കണ്ട, നടന്നു നിന്നോളാൻ പറഞ്ഞു. ഞാൻ അന്ന് മധ്യസ്ഥത നിർത്തിയതാ. പിന്നെ ഇന്ന് വരെ ഞാൻ ആർക്കും വേണ്ടിയും ഒരു മധ്യസ്ഥതയ്ക്കും പോയിട്ടുമില്ല, ഞാൻ പോവുകയില്ല. പിന്നെ ബോധമില്ലാത്തവനെല്ലാം എൻ്റെ പേരും പറഞ്ഞ് താഴെ കടന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്നാ ചെയ്യാനാന്നോർത്ത് അമ്മ ഇപ്പോൾ ഇരുന്ന് ഞരങ്ങുകാന്ന എൻ്റെ വാദം. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥന് ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവന് മറുവിലയായി തന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഏക രക്ഷിതാവ് യേശു ക്രിസ്തു, ഏക ദൈവം യേശു ക്രിസ്തു, ഒരേ ഒരു നായകൻ. നിങ്ങളിൽ ആരും നായകൻ എന്ന് പേരെടുക്കരുത്. ഒരു തരത്തിലേ നമ്മുടെ നായകൻ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. Praise the Lord. അവിടുന്ന് രക്ഷാനായകനാണ്, അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാണ്, അവിടുന്ന് ജീവനായകനാ. ഒരേ ഒരു മധ്യസ്ഥൻ, ഒരേ ഒരു നായകൻ, ഒരേ ഒരു രക്ഷിതാവ്, ഒരൊറ്റ പരിശുദ്ധൻ, അത് ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ. അല്ലാതെ കിഴക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറൊരു പരിശുദ്ധനും വടക്കൊരു പരിശുദ്ധനും തെക്കൊരു പരിശുദ്ധൻ. പേപ്പറിലൊക്കെ കണ്ടില്ലേ, കിഴക്കിന്റെ പരിശുദ്ധൻ. ആരുടെ പോടാ?
എടാ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നീയല്ലോ ഏക പരിശുദ്ധൻ. പേപ്പറിൽ കണ്ടേ പരിശുദ്ധ. ആരുടെ പരിശുദ്ധൻ? ഇവിടെ ഒറ്റയൊരുത്തം പോലും പരിശുദ്ധന്മാരില്ല. വിശുദ്ധന്മാരെന്ന പുസ്തകത്തിൽ വാക്യമുണ്ട്. പരിശുദ്ധനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം തമ്പുരാൻ മാത്രം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങനല്ലയോ പുസ്തകത്തിൽ? ഒറ്റ പരിശുദ്ധൻ യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു നായകൻ യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിതാ വല്ലഭ നാമമാത്. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിതാ വല്ലഭ നാമമാത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത്. യേശുവിന്റെ തിരുനാമത്തിനും സ്തുതിസ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനും സ്തുതിസ്തോത്രമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ ആകെ കൂടെ ഒരു മധ്യസ്ഥതയ്ക്ക് അമ്മ കയറിയാല. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ചീറ്റിപ്പോയി. ഇന്ന് വരെ മറിയം ഒരു മധ്യസ്ഥതയ്ക്ക് നിന്നിട്ടുമില്ല, നിൽക്കത്തുമില്ല, നിന്നാലോട്ട് ഒക്കത്തുമില്ല. ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. ഇനി അതിൻ്റെ വേറൊരു മറുവശം. ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ കലവറക്കാർ കമ്മിറ്റി കൂടി അമ്മയോട് പറഞ്ഞു, അമ്മ ചെന്ന് കാര്യം പറയാം. അപ്പൊ അതിൻ്റെ ഒരു മറുവശം, ഈ അമ്മ ആ മകന്റെ അടുക്ക ചെന്ന് ഈ പ്രശ്നം വന്നപ്പോ പറയാൻ കാര്യം എന്നാ? വേറെ അവിടെ എത്രയോ പേരുണ്ട്. യോഹന്നാനുണ്ട്, യോഹന്നാന്റെ അമ്മയുണ്ട്, മറ്റ് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ആ കാലത്തെ മഹാപുരോഹിതൻ ആ ദേശത്തുണ്ട്. പുരോഹിത വൃന്ദങ്ങൾ ധാരാളമുണ്ട്. സന്നിധി സംഘങ്ങൾ കാണും ആ ദേശത്തെ. വലിയ പള്ളിയുണ്ട്, വലിയ പള്ളി, കത്തീഡ്രൽ, ഇടവക പള്ളിയുണ്ട്. മൂന്നുമേൽ പരിപാടി നടക്കുന്നുണ്ട് മിക്ക ദിവസവും. അഞ്ചിന്മേൽ ഇതെല്ലാം അവിടെ ദ്രുതഗതി നടക്കുക. ആ ദേശത്തുമൊക്കെ സ്ഥാനച്ചിഹ്ന വേക്ഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതനുണ്ട്, പുരോഹിത വൃന്ദങ്ങളുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, യഹൂദ മതാനുസാരികളുണ്ട്, സെന്നിത്രി സംഘത്തിലെ അംഗങ്ങളുണ്ട്, നാട്ടിലെ തലക്കനമുള്ളവരുണ്ട്. ഇവരോട് ആരോടും ചെന്ന് പറയാതെ, ഇല്ല അമ്മയുടെ ഭർത്താവ് ഔസേപ്പുണ്ട്, ഇവരോട് ആരോടും പറയാതെ അമ്മ സൂക്ഷം യേശുവിൻ്റെ അടുക്കൽ എന്തിനാ ചെന്നേ? അതിന്റെ കാരണം അവനാരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ഈ പ്രശ്നകലുഷിതമായ വിഷയം വന്നപ്പോൾ അമ്മ മറിയം യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാൻ കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. രണ്ട് വാക്യം ഒന്ന് വായിച്ചേ, എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യവും. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ഇനി 51-ാം വാക്യം വായിച്ചേ. നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. മുറിച്ച് വായിക്കാതെ ചേർത്ത് വായിക്കും. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി. നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ഈ ലൂക്കോസ് 2:19, 2:51 ഈ 2 വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം അമ്മ മറിയം, ആ മാന്യ വനിത, ആ അന്തസ്സുള്ള ആഭിജാത്യമുള്ള മാന്യയായ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ആ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ഏത് കാര്യം? അത് പറയാം. ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ അമ്മ നേരെ പുതുപ്പള്ളിക്കും വിട്ടില്ല, മണർകാടിനും പോയില്ല, വേളാങ്കണ്ണിക്കും പോയില്ല, അന്ത്യോക്യയിലോട്ട് ഓടിയില്ല, ദേവലോകത്ത് ആളുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിയില്ല, കുമ്പനാട്ട് ഓടിയില്ല, പുനലൂർ ഓടിയില്ല, മുളക്കുഴയിൽ ഓടിയില്ല. നമ്മുടെ ഇവിടെ കേന്ദ്രം മൊത്തം ഇത് തന്നെ ആയിരിക്കും. ആട്ടെ, സ്തോത്രം. എങ്ങോട്ടും അമ്മ പോയില്ല. അമ്മ നേരെ യേശുവിനടുക്ക ചെന്നു. അമ്മ കിഴക്കോട്ടും പോയില്ല, പടിഞ്ഞാട്ടും പോയില്ല, തെക്ക് തള്ളയുണ്ട് അങ്ങോട്ടും പോയില്ല, വടക്ക് വേറൊരു തള്ള അങ്ങോട്ടും പോയില്ല, തെക്കും വടക്കും കിഴക്കും ഒന്നും ഓടി പരക്കം പാഞ്ഞില്ല. അമ്മ സൂക്ഷം യേശുവിൻ്റെ അടുക്കലോട്ട് ചെന്നു. അതെന്താ? യേശുവിനടുക്ക ചെല്ലാൻ അവൻ ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കർത്താവ് ആരാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ല. ഇതേ യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ രാവിലെ കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് കോടിമതയ്ക്ക് ഓടുന്നത്. മാമ, ഞാൻ ഫസ്റ്റ് വണ്ടിക്ക് പോകും, നേരത്തെ എന്നില്ലേ സീറ്റ്? നിനക്ക് വട്ട. കുറെ പേര് ഞങ്ങൾ കോടിമതയെ കുറച്ച് നാൾ പോയി, വലിയ വിടുതലുകൾ നടക്കുന്നില്ല, ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോവാ. എന്നാത്തിന്? ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഇപ്പൊ കൊട്ടാരക്കരയിലും പഴയതുപോലെ വിടുതലൊന്നും നടക്കുന്നില്ല, ഞങ്ങൾ പുനലൂര് പോവുക, അമ്മാമ്മ വരുന്നോന്ന്. നീ ഇങ്ങനെ വണ്ടിക്കൂലി കൊടുത്ത് നിന്റെ ആയുസ് തീരാന്നല്ലാതെ ആ വണ്ടിക്കൂലി എടുത്ത് കൊച്ചുങ്ങൾക്ക് ചോറ് വെച്ച് കൊടുത്ത് കൊച്ചുങ്ങൾ നിന്നെ അന്വേഷിക്കും. ഈ വണ്ടിക്കൂലി എല്ലാം മുടക്കി കൊച്ചുങ്ങൾക്ക് നീ കൊടുക്കുകയില്ല, ഭർത്താവിനും കട്ടനിട്ട് കൊടുക്കുകയില്ല. നീ കൂടിന്റെ കുടുംബിക്കും പിടിച്ചു പോയാൽ യവന്മാരാരും നിന്നെ മൈൻഡും ചെയ്യത്തില്ല. നിന്റെ കാശും പോകും, ആയുസും പോകും, അവസാനം നീ ഇതിലെ തെണ്ടി നടക്കും. ഇത് കൂടുതൽ ഞാൻ എന്നാ പറയാനാ? നീ യേശുവിൻ്റെ അടുക്കവാ. നീ ഓടിക്കോടും കോയമ്പത്തൂരും കൊട്ടാരക്കരയിലും പുനലൂരും ബാംഗ്ലൂരും അവിടെ ഇവിടെ അലഞ്ഞു നടക്കാതെ നീ യേശുവിനടുക്കവാ. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്നവൻ, ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്നവൻ, ഇന്ന് രാത്രി വിടുതൽ തരുവാൻ കഴിവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട. കടന്നുവാ, 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 യേശു നിന്നെ വിളിക്കുന്നു. ഓ കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് തീർപ്പും പരിഹാരവും തരുവാൻ കഴിവുള്ള അത്ഭുതമന്ത്രിയായ യേശുക്രിസ്തുവുണ്ട്. നീ യേശുവിനെടുക്കവാ. അപ്പൊ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ അമ്മ സൂക്ഷം തെറ്റാതെ യേശുവിനെടുക്ക ചെന്നു. കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലയോ 2 വാക്യത്തിൽ കണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ
ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുക. ഏത് കാര്യം അതില് ഇപ്പം 9:30 ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഇന്ന് പറയാം, ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കേക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേച്ച് പോകും. അയാൾ എങ്ങാണ്ടെല്ലാം നടന്നു വെച്ച് 8:30 ആയപ്പോൾ കയറി വന്ന് വെച്ച് ബാക്കിയുള്ള മനുഷ്യനെ എല്ലാം മെനക്കെടുത്തി. അപ്പം വേറെ ചില ആൾക്കാർ പറയും ഇയാളുടെ തൊഴിൽ ഇത് തന്നെ എന്ന് പറയും. അപ്പം വെറുതെ എന്തിനാ, നാളെയും മറ്റന്നാളും യോഗം ഉള്ളത് കൊണ്ടാണ്. ഒറ്റ ദിവസമായിരുന്നാൽ ഞാൻ കുറച്ചുകൂടെ പോയേന്. അപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ ദൈവം അനുവദിച്ചാൽ. അപ്പം ഇന്ന് ഒരു കാര്യം ഒന്ന് ചിന്തിക്കാം. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി അവിടുന്ന് ആരാണെന്ന്. ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യം സംഗ്രഹിച്ചു? 1, 6 മാസത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടു. യോടി ഇതെന്തോ ഒരു വന്ദനം. അപ്പോൾ ആ വന്ദനം ചെയ്ത പുള്ളി പറഞ്ഞു, മേരി പേടിക്കണ്ട, ഞാൻ ഗബ്രിയേല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ദൂതൻ പറഞ്ഞു, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുക. അത് കേട്ടപ്പം നാടൻ ഭാഷയെ, നമ്മുടെ കേരളത്തിലെ നാടൻ ഭാഷ അനുസരിച്ച് മറിയ അന്തം വിട്ടു. അന്തം വിട്ടെങ്കിലും മറിയ മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ദൂതൻ മറിയോട്, മറിയേ, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലും അല്ല, പിന്നെയോ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ വാക്യം വായിച്ചേ, ആ ദൂതൻ മറിയത്തിന്റെ അടുക്കൽ വരുന്ന ആ ഭാഗം വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ റബനോസ് ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 26 മുതൽ വായിച്ചേ. മൈക്കിക്കൂടെ. 6-ാം മാസത്തിൽ ദൈവ ഗബ്രിയേൽ ദൂതന് നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ദൈവം ദൂതനെ അയച്ചു. അടുത്തത്, ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത്? നിന്റെ ഉദരത്തിൽ ഒരു പുരുഷ പ്രജ ഉരുവാകും. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്, അന്തം വിടണ്ട. ആ ഉദരത്തിൽ ഉരുവാകുന്ന പുരുഷ പ്രജ ലഭിച്ചു കഴിയുമ്പോൾ ആ പുരുഷ പ്രജയ്ക്ക് പേരിടണം യേശു. ഇപ്പോഴത്തെ ചില പാട്ടുകാർ, മോഡേൺ പാസ്റ്റേഴ്സ് പറയുമ്പോൾ യേശു അങ്ങനൊന്നും പറയണ്ട. യേശു. നീ നേരും ചൊവ്വനും വർത്താനം പറഞ്ഞോണം. ഇല്ല, പിള്ളേർ കാക്കത്തറ്റാലിക്ക് നിന്നെ തെറ്റും, നിന്റെ ചുണ്ടും കീറിയും തെറ്റിച്ച് കളയും. യേശു, യേശു എന്ന് പറഞ്ഞാൽ നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. ആ കുഞ്ഞിനെ തിരുപ്പുറവി കഴിയുമ്പോൾ ആ കുഞ്ഞിനിടേണ്ട പേരാണ് യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുവാ? എന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ കുഞ്ഞിന്റെ വിശേഷത, അവൻ രക്ഷിതാവാ, അവൻ രക്ഷിക്കുന്നവനാ. അതുകൊണ്ടായി പ്രശ്നം വന്നപ്പോൾ മറിയ നേരെ അവന്റെ അടുക്ക ചെന്നു. കാരണം മറിയക്കറിയാ, ഇവിടെ വന്നിരിക്കുന്നവൻ രക്ഷിക്കുന്നവനാ. ഈ പ്രതിസന്ധിയിൽ എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ. ഈ വിഷയങ്ങളിൽ എന്നെ രക്ഷിപ്പാൻ വല്ലബദ്ധമുള്ളവനാ. ഇന്ന് രാത്രി രക്ഷകൻ ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ലോകരക്ഷകനാണ്. നിന്നെ രക്ഷിക്കുവാൻ അവിടുന്ന് കഴിയും. നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അവിടുന്ന് കഴിയും. ദേശത്തെ രക്ഷിക്കുവാൻ അവിടുന്ന് കഴിയും. രക്ഷകൻ ഒരുവനേ ഉള്ളൂ,
ലോകരക്ഷിതാവാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി ആ രക്ഷകന്റെ ആമൻ മുൻപിൽ മുട്ടുമടക്ക്. മോൻ രക്ഷിക്കപ്പെട്ടതാണോ? ഈ മൈക്കെല്ലാം ശരിയാക്കി വെച്ച് നരകത്തിൽ പോകരുത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ മൈക്കുമെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു മാത്രമാ രക്ഷകൻ. ഈ യോഗം കഴിയുമ്പോൾ നീ കർത്താവിന് ഹൃദയം കൊടുക്ക്. നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ രക്ഷകൻ ഒരുവനേ ഉള്ളൂ. അവൻ പലരില്ല, ഒരേ ഒരുവൻ, നസറയനാകുന്ന യേശുക്രിസ്തു. അവിടുന്ന് ലോകരക്ഷകനാ. ഹല്ലേലൂയ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവാകുന്ന രക്ഷിതാവാകുന്ന യേശുവിന് ഹൃദയം കൊടുക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്നും പൊക്കാൻ ഞാൻ പറയുന്നില്ല. ഇരിക്കുന്ന ഇടത്തിരുന്ന് പ്രാർത്ഥിര്. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കഴിയും. അവിടുന്നാണല്ലോ രക്ഷകൻ. ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിര്. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കൈയടിച്ച് ചേർന്ന് കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ അകലനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ അകലനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീൻ. ഓ പാപം മോചിയോ രോഗം നീക്കിടും. പാപം മോചി കൈയടിച്ച് ചേർന്ന് പാടും. രോഗം നീക്കിടും. ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ മല ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ മല ക്രൂശിൽ മരിച്ചുവല്ലോ. ഓ വീണ്ടെടുക്കുക, നിൻവിലയേകുക. വീണ്ടെടുക്കുക, യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. അകത്വരാജനവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. അകത്വരാജനവൻ എഴുന്നള്ളിയിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാശം വെച്ചിരുന്നു. അവനോട് ദൈവശബ്ദം ഇന്ന് നീരിൽ മുടക്കിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാശം വെച്ചിരുന്നു. ഓ അവനോട് ദൈവശബ്ദം ഇന്ന് മുടക്കിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ. ഓ മരണബന്ധനങ്ങളെ വിട്ടുപോരുവിൻ. മരണബന്ധനങ്ങളെ വിട്ടുപോരുവിൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. അകത്വരാജനവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. അകത്വരാജനവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. കർത്താവ് അനുവദിച്ചാൽ നാളെയും മറ്റന്നാളും ശേഷമുള്ള ഭാഗം ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച ഈ മഹായോഗം അവസാനിപ്പിക്കുക. നല്ല